അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോരിച്ചൊരിയുന്ന ആ മഴയത്ത് അതാ ഫർഹബ് തൻ്റെ റൂമിൽ പൊട്ടിക്കരയുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, താൻ സ്വന്തം എന്ന് കരുതിയ തൻ്റെ ഭർത്താവിനരികിലേക്ക് മറ്റൊരു പെണ്ണ് കയറി വന്നിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം. അതൊരിക്കലും സ്വപ്നമല്ല, അത് യഥാർത്ഥമാണ്. അവൾക്കത് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല. തന്നോട് എന്തൊരു സ്നേഹമായിരുന്നു, എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞത്. മക്കളില്ലാഞ്ഞിട്ടും നാഫി ഉസ്താദിൻ്റെ ഭാര്യയുടെ അരികിൽ പോയി അവർ തന്ന ആ ഒരു ഖുർആനിക് ടിപ്സ് ഉപയോഗിച്ചു. അൽഹംദുലില്ലാ, അതിനുശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. പക്ഷേ എന്തു ചെയ്യാം, ജീവിതമാകെ മാറി മറിഞ്ഞു. ഞാനും അത്രക്കും ദുഷ്ടത്തിയായി മാറി. സ്വന്തം ഭർത്താവിൻ്റെ പെങ്ങന്മാരെയും ഉമ്മയെയും ഉപദ്രവിച്ചു, ചീത്ത പറഞ്ഞു. സ്വന്തം പെങ്ങളെ, അതെ അനിയത്തിയുടെ സ്ഥാനത്ത് കരുതിയ ആ പെണ്ണിനെ ഞാൻ ഓട്ടോയിൽ വെച്ച് വിളിച്ച് ഇറക്കി വിട്ടു. അതിൻ്റെയെല്ലാം ഫലമായിട്ടാണോ റബ്ബേ എനിക്ക് ഇങ്ങനെ ഒരു ദുരിതം? അവൾക്ക് ആ രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ചിന്തിച്ചു. ഇറങ്ങിയാൽ ഒരിക്കലും ഇങ്ങോട്ട് കയറരുത് എന്നാണ് ഭർത്താവ് ഫിറോസിൻ്റെ നിർദ്ദേശം. അവൾക്ക് ആ രാത്രി ഉറങ്ങുവാനേ കഴിയുന്നില്ല. പഠിച്ചോനെ, ആ റൂമിൽ ഇന്ന് എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ ഉറങ്ങിയ ആ നെഞ്ചിൽ ഇന്ന് മറ്റൊരുത്തിയാണ്. എനിക്ക് സമാധാനമില്ല പഠിച്ചോനെ, സന്തോഷമില്ല. കൈകാലുകൾ കുഴയുകയോ ടെൻഷനാവുകയോ എന്തൊക്കെ ആയി പോവാണ് റബ്ബേ. കഴിയുന്നില്ലല്ല, ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഒരാൾ വന്ന് എത്ര അടിച്ചാലും ഉപദ്രവിച്ചാലും നമുക്ക് സഹിക്കാം. പക്ഷേ തൻ്റെ സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണുമായുള്ള ബന്ധം, അവളുടെ കൂടെയുള്ള ആ ഒരു ജീവിതം, അതൊരു പെണ്ണിനും സഹിക്കില്ല, എനിക്കും സഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലാണ് അവൾ ഇന്ന് നിൽക്കുന്നത്. റബ്ബേ, എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ? എനിക്ക് കഴിയണില്ല. പഠിച്ചോനെ പുറത്തു തരണം. ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഭർത്താവിൻ്റെ പെറ്റമ്മയെയും പെങ്ങന്മാരെയും ഒക്കെ ഒരുപാട്. അതിൻ്റെ ഫലം ഇത്ര പെട്ടെന്ന് തരുമെന്ന് വിചാരിച്ചില്ല. ഫിറോസ്ക ഇത്രക്കും നീചനാവെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ലല്ല. അവൾക്ക് തൻ്റെ റൂമിൽ തൻ്റെ ഭർത്താവ് കിടക്കുന്ന ആ ഒരു ബെഡ്, അതെ ഫിറോസ്കയുടെ സ്ഥാനം. അവൾ ആ തലയണ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതെ, അദ്ദേഹത്തിൻ്റെ സീറ്റാണത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിനരികിൽ മറ്റൊരു പെണ്ണ്. എനിക്ക് വേലക്കാരിയാണെന്ന് അവൾ ആദ്യമായിരുന്നെന്ന് എനിക്ക് ഒരിക്കലും ഒരു ഉറപ്പുമില്ല. അതിനും പിന്നിൽ ആദ്യമേ വല്ല ബന്ധവും ഉണ്ടായിരുന്നോ? എത്ര പെട്ടെന്നാണ് വേലക്കാരി എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു പെണ്ണിനെ കൊണ്ടുവന്നത്. കാണാൻ സുന്ദരിയായ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവോ വീട്ടുജോലിക്ക് വേണ്ടി? ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്നവൾ മനസ്സിലാക്കുകയാണ്. അല്ലാതൊരിക്കലും പെട്ടെന്ന് ഒരു വേലക്കാരിയെ വീട്ടിലേക്ക് കൊണ്ടുവരലും അവളെ വിവാഹം കഴിക്കലും എല്ലാം എത്ര പെട്ടെന്നാണ്. എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ആലോചിക്കാൻ കൂടി എനിക്ക് കഴിയണില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർഹബിക്ക് ആകെ ടെൻഷനായി. ഒന്നും വേണ്ട ഈ ദുനിയാവിൽ എന്നവൾക്ക് തോന്നിപ്പോവുകയാണ്. എന്തുണ്ടായിട്ടും എന്താ, സമാധാനം നഷ്ടപ്പെട്ടു. അതെ, തൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ ആ ഒരു കാര്യങ്ങൾ. ഹേയ്, എന്നെ അടിച്ചു കൊന്നാലും വേണ്ടില്ലായിരുന്നു. ഇത് സഹിക്കാൻ കഴിയില്ല ഒരു പെണ്ണിനും. റബ്ബേ, എൻ്റെ ഒരു വിധി. കുറച്ചു കഴിഞ്ഞപ്പോഴതാ അയാൾ ഇറങ്ങി വരുന്നു. ഫർഹബി, ഡി വാതിലൊക്കെ. അവൾ പേടിച്ചു പോയി. എന്താ? ചാരിയ വാതിൽ അയാൾ തള്ളി തുറന്ന് തന്നെ അകത്തേക്ക് വന്നു. പാലില്ലേ ഇവിടെ? പാല് കാച്ചി. ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ പാല്. പാലോ? പാല് കാച്ചി തടി. പാല് കാച്ചി മുകളിൽ കൊണ്ടുപോയിക്ക്. ശരിക്കും അവളൊന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, എന്തിനാ റബ്ബേ എന്നെ, എന്തിനാ? അവളിങ്ങ് വരും. അപ്പോൾ അവളെ കയ്യിൽ പാല് തിളപ്പിച്ച് ആറ്റി മധുരം ഇട്ട് കൊടുക്കണം നീയെ. അവൾക്ക് ദേഷ്യമാണ് വന്നത്. പാല് നിങ്ങൾക്ക് മോരാണ്, അവൾ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ ശക്തമായ അയാളുടെ കൈകൾ കൊണ്ടുള്ള പ്രയോഗം വീണ്ടും അവളുടെ മുഖത്തിന് തന്നെ തട്ടി. എന്താടി നീ തട്ടുത്തരം പറയാണോ? അടിച്ചു നിന്നുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. കൊടുക്കിടി അങ്ങോട്ട്. എന്തിന് കേസ്? ഒന്നുമല്ല, നിങ്ങൾ ഇവിടുത്തെ മുഹ്സിനിയുടെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് അവൾക്ക് കൊടുത്തു അല്ലേ? ഞാൻ കണ്ടതാണ് ആ കാര്യം. ഡീ
ഇറങ്ങി പോടി വിടുന്ന്. അയാൾ തുരുതുരെ അവളെ ഉപദ്രവിക്കുന്നു. കുഞ്ഞിനെയും എടുത്ത് ഉപദ്രവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവളാകെ ഭയന്നു പോയി. ഞാൻ പറഞ്ഞ ആ കാര്യം നിനക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അതല്ല പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ, ചവിട്ടി ഞാൻ പുറത്താക്കും രണ്ടെണ്ണത്തിനെയും. തൻ്റെ ഭർത്താവിന് ഭ്രാന്താണ് എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലാവുകയാണ്. ഭ്രാന്തനായ ഇയാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടി പാല് കാച്ചാൻ ഏൽപ്പിക്കുകയാണ് എന്നെ. എന്താന്നില്ലേ, അവളെ കൈ പിടിച്ച് കയറ്റി തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഓർത്തിട്ടാണ് ഞാൻ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അത്രക്കും ദ്രോഹിയായ ദുഷ്ടനായ ഇയാളുടെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആവില്ല റബ്ബേ. എന്താടി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? വീണ്ടും അവൻ്റെ ഗർജനം. പിന്നെ നിന്നെ ഞാനുണ്ടല്ലോ. കുഞ്ഞിനെ അതാ അവൻ എടുക്കുന്നു. വേണ്ട, എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്, തൊട്ടു പോകരുത്. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. അവൾ കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് അതാ അടുപ്പത്ത് വെക്കുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് അവിടെ ഗ്യാസ് ഓൺ ചെയ്ത് തീ കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. എന്തായാലും വേണ്ടില്ല, ഞാനും കുഞ്ഞും മരിച്ചാലും വേണ്ടില്ല, ഇവരുടെ കൂടെ ജീവിക്കാൻ ആവില്ല. എന്നാൽ തൊട്ട് പിന്നിലായിക്കൊണ്ട് അതാ ഫിറോസ് വന്ന് നിൽക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒരു പാകത്തിന് ചൂടിൽ അവളെ കയ്യിൽ കൊടുക്ക്, അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവൾക്ക് ദേഷ്യമാണ് വന്നത്. തിളച്ച പാലെടുത്ത് അയാളുടെ മുഖത്തെ കൊഴിക്കാനാണ് തോന്നിയത്. പക്ഷേ അവൾ വിറക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി മാത്രമാണ്. കണ്ണു തെറ്റിയാൽ കുഞ്ഞിൻ്റെ നേരെയാണ് അയാളുടെ കൈകൾ വരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷഹർബാൻ ഇറങ്ങി വരുന്നു, മണവാട്ടിയുടെ ആ ഒരു വേഷത്തിൽ തന്നെ. സത്യം പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ് വന്നത്. പാല് കാച്ചി മധുരമിട്ട് അവൾ അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. അവൾ തിരിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്നത് ഫിറോസ്. എന്താടി അവളെ കയ്യിലെടുത്ത് കൊടുക്ക്. അവൾ ഞെട്ടിപ്പോയി. ദുഷ്ടൻ ഇവിടെ ഒളിഞ്ഞു ഇരിക്കുകയായിരുന്നു. എന്താ എടുത്തു കൊടുക്കാൻ നിനക്കാവില്ലേ? അവൾ ഭയന്ന് പിന്മാറി. പിന്നിൽ നിന്ന് ആ ഒരു ഗ്ലാസ് എടുത്ത് അവളുടെ കൈകളിൽ മുഖത്ത് നോക്കാതെ കൊടുക്കുന്നു. പെട്ടെന്ന് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ അകത്തേക്ക്. എങ്ങോട്ടാ? അവളെ കൈ പിടിച്ചങ്ങ് കൊണ്ടുപോകുക. ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങ്. എന്താ? ഓരോ രീതിയിൽ ഫിറോസ് ഫർഹബിയെ പഠിപ്പിക്കുകയാണ് എന്ന് തന്നെ സാരം. ഒരു കഴുതയെ പണിയെടുപ്പിക്കുന്ന പോലെ അവളെ ഓരോന്ന് പറഞ്ഞ് പണിയെടുപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഇവിടെ ഇനി നിൽക്കാനാവില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ തൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു റബ്ബേ. എൻ്റെ കുഞ്ഞ് പട്ടിണിയാകുമ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പെരുമഴയത്തും കാറ്റത്തും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? അവൾ ഉമ്മയെ ഓർത്തു. പഠിച്ചോന്നെ, പാവമായിരുന്നു ഉമ്മ. ആ ഉമ്മ എൻ്റെ കുട്ടിയൊക്കെ എത്ര സ്നേഹിച്ചിരുന്നു, എന്നെ എത്ര സ്നേഹിച്ചിരുന്നു. ആ ഉമ്മയൊക്കെയാണല്ലോ റബ്ബേ ഞാൻ പറഞ്ഞു വിട്ടത്. പഠിച്ചോനെ. ആ രാത്രി മുഴുവൻ അവൾക്ക് കണ്ണീരായിരുന്നു. ഉറക്കം വന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കുട്ടി കരയുന്നു. ഒന്ന് എടുക്കുവാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ നിന്ന് വലിയ ചിരിയും കളിയും എല്ലാം കേൾക്കുന്നുണ്ട്. റബ്ബേ, എന്താ അത്? ആ ദിവസം അവൾക്ക് നരകതുല്യമായിരുന്നു എന്നർത്ഥം. പുലർച്ചെ എഴുന്നേറ്റ് നിസ്കരിച്ച് ദുആ ചെയ്തു. അടുക്കളയിലേക്ക് പോകുവാനേ തോന്നിയില്ല. എന്തിന്? ആർക്ക് വേണ്ടി? എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുത്തോളും. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് അവളുടെ വാതിലിൽ വന്ന് മുട്ടുന്നു. എണീക്കാനായില്ലേ? എണീറ്റ് ഭക്ഷണം ഉണ്ടാക്ക്. അതാരുമല്ല, തൻ്റെ ഭർത്താവ് തന്നെ. ഷഹർബാൻ എഴുന്നേറ്റൊന്നും വന്നില്ല. അതിന് അവൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. എന്താടി നീ ഇവിടെ ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കാനാണോ നീ ഇവിടെ നിൽക്കുന്നത്? അതെ, മര്യാദക്ക് പണി തുടങ്ങിക്കോ. അവൾ പുതുപെണ്ണാണ്, അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുറേ കാലം ഈ റെസ്റ്റ് എടുത്തില്ലേ, ഇനി അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്താ? തൻ്റെ ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കി അങ്ങനെയാണ് പറഞ്ഞത്. എന്താ അവൾ നിൻ്റെ വേലക്കാരിയാണെന്നാണ് നിൻ്റെ വിചാരം? ഒരിക്കലും അല്ല. ഇപ്പോൾ നീയാണ് ഇവിടുത്തെ വേലക്കാരി, അവളാണ് എൻ്റെ യഥാർത്ഥ ഭാര്യ. വേലക്കാരിയാണ് നീ നല്ല രീതിയിൽ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യേ. അയാളുടെ മുഖത്ത് നോക്കാൻ തന്നെ അവൾ മടിച്ചു. പേടിച്ചരണ്ട് അവൾ അടുക്കളയിലേക്കെത്തി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തുടങ്ങുകയാണ്. കുഞ്ഞ് കരയുന്നു നിർത്താതെ. എന്നാൽ കുഞ്ഞിനെങ്കിലും ഒന്ന് പിടിക്കുമോ എന്ന് ചോദിക്കുവാൻ അവൾക്ക് ധൈര്യമില്ല.
എന്താടിയാ കുഞ്ഞിങ്ങനെ കരയണേ? എൻ്റെ വായിലെന്തേ കുത്തിത്തിരിക്ക്? കുഞ്ഞ് കരയുന്നത് പോലും അയാൾക്ക് അലർജിയായി മാറിക്കഴിഞ്ഞു. അതെ, അദ്ദേഹത്തിൻ്റെ സുഖസുന്ദരമായ ആ ഒരു ജീവിതത്തിന് അതെല്ലാം ഒരു ശല്യമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫർഹബിക്ക് അവിടെയുള്ള ജീവിതം ഒരിക്കലും നടക്കാത്തതായിട്ട് തോന്നി. അതെ, വീട്ടിലുള്ള ജോലികളെല്ലാം ഇപ്പോൾ തനിക്കുള്ളതാണ്. തൻ്റെ കുഞ്ഞൊന്ന് കരഞ്ഞിട്ട് പോലും എടുക്കുവാൻ അയാൾ വരുന്നില്ല. മാത്രമല്ല, ഇവിടെ ഇത്രയും ദിവസം ജോലി ചെയ്തിരുന്ന ആ പെണ്ണും തിരിഞ്ഞു നോക്കുന്നേയില്ല. അലക്കുവാനുള്ള ഡ്രസ്സുകളെല്ലാം അവളുടെ അടുക്കൽ കൊണ്ടിടുന്നു. അതെ, ഇതൊക്കെ ഒന്ന് അലക്കിയിട്ടോലിട്ടോ. അതുവരെ വേലക്കാരിയായിരുന്ന ആ പെണ്ണ് ഇപ്പോൾ യജമാനത്തിയായി എന്നർത്ഥം. എങ്കിലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു നെക്ലേസ്, അത് കാണുമ്പോൾ അവൾക്ക് സങ്കടമാണ് വന്നത് ഫർഹബിക്ക്. അതെ, തൻ്റെ നാത്തുൻ മുഹ്സിനിയുടെ നെക്ലേസൊക്കെയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അത്രയ്ക്കും വിലപിടിപ്പുള്ള ആ ഒരു ആഭരണങ്ങളൊക്കെ അവൾക്കാണ് എൻ്റെ ഭർത്താവ് കൊടുത്തത്. ഇതുവരെ അത് സൂക്ഷിച്ചു വെച്ചത് ഇതിനായിരിക്കും അല്ലേ? ഞാൻ അറിഞ്ഞില്ല ഉള്ളിൽ ഇത്രയും വലിയ ചതി നടക്കുന്നത്. എന്തായാലും അവൾക്ക് തന്നെ അത് കൊടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ആ ഒരു നെക്ലേസിലേക്ക് തന്നെ അവൾ നോക്കി സങ്കടം കൊണ്ട് ചോദിച്ചു, ഇത് മുഹ്സിനയുടെ നെക്ലേസ് ആണല്ലോ. ഏത് മുഹ്സിന? ഇതെൻ്റെ ഭർത്താവ് എനിക്ക് മഹർ തന്നതാണ് കേട്ടോ. മഹർ? മറ്റൊരാളുടെ സ്വർണവും ഡയമണ്ട് എടുത്ത് മഹർ കൊടുത്തേക്കാണ്. നാണമില്ലാത്ത ആള്. പെട്ടെന്ന് അതാ ഫിറോസ് വിളിക്കുന്നു, ഷെഹർബാൻ ഇങ്ങ് വന്നേ, ഡ്രസ്സ് മാറ്റ്, നമുക്കൊരു ഇടം വരെ പോവാണ്ട്. എങ്ങോട്ടേക്കാ? ഇപ്പം വരാം. സത്യം പറഞ്ഞാൽ അതെല്ലാം കാണുമ്പോൾ ഫർഹബിക്ക് മനം നൊന്ത് കരയുകയാണ് അവൾ ചെയ്യുന്നത്. വീട്ടിലെ ജോലികൾ എല്ലാം ചെയ്യണം. പോരാത്തതിന് ഇവരുടെ ഈ ഒരു ആട്ടും തൊഴിയും ചീത്ത പറച്ചിലും കളിയാക്കലുകളും അതും കേൾക്കണം. ചുരുക്കി പറഞ്ഞാൽ ഫർഹബിക്ക് ആ വീട്ടിൽ നിൽക്കപ്പൊറുതി ഇല്ലാതായി എന്നർത്ഥം. രണ്ടുപേരും കൂടി തന്നെ പഠിപ്പിക്കുന്നു. കുഞ്ഞിനെ പോലും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. തീരെ ഒരു സ്നേഹമില്ലാത്ത രീതിയിൽ. റബ്ബേ, ഇവിടെയുള്ള ഈ ഒരു ജീവിതം ഇനി നടക്കില്ല. ഇറങ്ങണം എങ്ങനെയെങ്കിലും. പക്ഷേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഇതെല്ലാം സ്വന്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എനിക്ക് ഒരിടത്തും സ്ഥാനമില്ലാതാവും. ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് ഒന്നും അറിയുന്നില്ല റബ്ബേ. ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് അറിയുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ആങ്ങളമാരുടെ കൂടെ ഒന്നും കഴിയില്ല. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? എനിക്കറിയുന്നില്ല. അങ്ങനെ അതാ ആ രാത്രിയിലും അവളെ നല്ല രീതിയിൽ അവർ പഠിപ്പിക്കുന്നു. ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിനെ തനിക്കിപ്പോൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ എന്നോട് ദേഷ്യം പിടിക്കുകയും കൂടുതൽ വാശി കാണിക്കുകയും പലതും കൽപ്പിക്കുകയും ചെയ്യുകയാണ്. ആ രാത്രിയിൽ നല്ല മഴയും തണുപ്പുമുള്ള ആ ദിവസം രാത്രിയിൽ അവൾ ഓരോന്ന് ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. ഇല്ല, ഇനിയും ഇവിടെ നിന്നാൽ തന്നെ ഇവിടെ പല രീതിയിലും അവർ രണ്ടുപേരും പീഡിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നാൽ ഇനിയൊരിക്കലും ശരിയാവില്ല. ആ രാത്രിയിൽ അവളതാ പുറത്തേക്ക് വെറുതെ നോക്കിയിരുന്നു. കൂരിരുട്ട്. അവിടെ എവിടെയോ നിന്ന് ചെറിയൊരു വെളിച്ചം മാത്രം എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള വെളിച്ചങ്ങളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. റബ്ബേ, ഈ ഒരു ഇരുട്ടത്ത് ഞാൻ ഇറങ്ങിപ്പോയാലോ? എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ അതൊരിക്കലും നടക്കില്ല. എൻ്റെ കുഞ്ഞിനെ അവർ കൊന്നു കളയും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റബ്ബേ, ഈ ഒരു പെരുമഴയത്ത് ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്കറിയുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ എനിക്ക് സമാധാനമില്ല. എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നെ ഇവർ പണിയെടുപ്പിച്ച് കൊല്ലും എന്ന് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഉപദ്രവവും രണ്ടുപേരും ചെയ്യുന്നു. മുകളിലത്തെ റൂമിൽ നിന്ന് പൊട്ടിച്ചിരികളും തമാശകളും കേൾക്കുന്നു. അവൾ തൻ്റെ ചെവി പൊത്തി. റബ്ബേ, ഇല്ല, ആവുന്നില്ല അത് കേൾക്കാറൊന്നും. ആ കൂരിരുട്ടിലും അവൾ ദുആ ചെയ്തു. പടച്ച റബ്ബേ, ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊണ്ടല്ല. അങ്ങനെ ചെയ്തു പോയി. അപ്പോഴത്തെ ആവേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയി. റബ്ബേ, ഇത്രക്കും വലിയ പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റബ്ബേ, നീ പുറത്തു കൊണ്ട. ഞാൻ ഉമ്മയും പെങ്ങന്മാരെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നീ പുറത്തു കൊണ്ടല്ല. അവൾ കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പഠിച്ചോനെ, എനിക്ക് ആശ്രയമായിട്ട് ആരുമില്ല ഇപ്പോൾ. എൻ്റെ ഭർത്താവ് ഒരുപാട്
എന്നെ ബുദ്ധിമുട്ടിക്കാണ്, ഉപദ്രവിക്കാണ്. എനിക്ക് കഴിയുന്നില്ലല്ലോ. അവളുടെ തെറ്റുകളെല്ലാം അവൾ ഏറ്റുപറഞ്ഞ് പടച്ചറബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി, ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വീഴാമ്പൽ കിളി ഞാനാണേ. ഇല്ല റഹീമേ നീ ഒഴികെ സാന്ത്വനമേകാം തണലേകാം. ഇല്ല ജലാലെ നീ ഒഴികെ അഭയസ്ഥാനം എൻ മുന്നിൽ. കൈകൾ കൂപ്പി ഞാൻ സദയം ഞാൻ നിന്നിൽ ശിരസു നമിച്ചിടാം. സദയം ഞാൻ നിന്നിൽ എല്ലാം അറിയും നാഥ. ഫർഹബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറബിനോട് ദുആ ചെയ്തു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട്, പഠിച്ചോനെ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങാണ്. ഈ കൂരിരുട്ടിൽ ഞാൻ ഇറങ്ങാണ്. നീ മാത്രമായുള്ളൂ എനിക്ക് അഭയം, വേറെ ആരുമില്ലല്ല, നീ മാത്രം. എൻ്റെ ഭർത്താവിൻ്റെ ദുഷ്ടചെയ്തികൾ, ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ പ്രവർത്തനങ്ങൾ, അതൊന്നും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ല. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളതാ പാതിരാത്രിയിൽ എങ്ങോട്ടുമില്ലാതെ യാത്ര തിരിക്കുന്നു. കുഞ്ഞിനെ മൂടിപ്പുതച്ച് ഒരു കുടയും ചൂടി അവൾ ഇറങ്ങുകയാണ്. അവളുടെ നെഞ്ചിലെ ചൂടേറ്റത് കൊണ്ടാവാം കുഞ്ഞ് കരഞ്ഞില്ല. തനിക്കും കുഞ്ഞിനും ഭീഷണിയാണ് അവളെന്നുള്ള കാര്യം മനസ്സിലായ അവൾക്ക് അവിടെ പിന്നീട് നിൽക്കുവാൻ കഴിഞ്ഞില്ല. കയ്യിൽ കുഞ്ഞിന് എന്തോ ഒരു ബാഗിൽ കരുതിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും അവൾ എടുത്തിട്ടില്ലായിരുന്നു. കൂരിരുട്ടിൽ കുഞ്ഞിനെയും കൊണ്ട് അവൾ എങ്ങോട്ടുമില്ലാതെ നടന്നു. ഒരു നിമിഷം അവൾ കരുതി, റബ്ബേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മരണമാണ് ഹൈറെങ്കിൽ നീ എനിക്കും എൻ്റെ കുഞ്ഞിനും അത് കൊണ്ടല്ല. ജീവിതമാണ് ഹൈറെങ്കിൽ അതും റബ്ബേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് മരണമാണ് ഹൈറ്. കൂരിരുൾ ഖബറെന്നെ മാടി വിളിക്കുന്നു, ക്രൂരയാം ഞാൻ ഇന്നീ ദുനിയാവിൽ അലയുന്നു. മലക്കുൽ മുത്തസിറായിൽ അണയുമൻ ചാരത്ത്, മലക്കുൽ മുത്തസിറായിൽ അണയുമൻ ചാരത്ത്. മരണത്തിൻ രുചിയും ഞാൻ അറിയുമാ നേരത്ത്, കൂരിരുൾ ഖബറെന്നെ മാടി വിളിക്കുന്നു, ക്രൂരയാം ഞാൻ ഇന്നീ ദുനിയാവിൽ അലയുന്നു. ഫർഹബിക്ക് തൻ്റെ കുറ്റങ്ങളെല്ലാം പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് കരയുമ്പോൾ വല്ലാത്ത മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാവുകയാണ്. റബ്ബേ ഇനി ഞാൻ ഒരു തെറ്റിലേക്കും പോകില്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ് ഞാൻ, ഇനിയൊന്നും ചെയ്യില്ല റബ്ബേ, ഒരിക്കലും ഒരാളെയും കഷ്ടപ്പെടുത്തില്ല അല്ലാ, എല്ലാം നീ എനിക്ക് പുറത്തു തരണം. ഫർഹാബി പടച്ചറബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇനിയൊരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് പോകില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട്, കാരണം അത്രക്കും സഹിച്ചു. 2 ദിവസം കൊണ്ട് കഴിയില്ല ഇനി. അല്ലാ നീ കാത്തു രക്ഷിക്ക്. ആ കൈക്കുഞ്ഞുമായി അവൾ ആ പാതിരാത്രിയിൽ എങ്ങോട്ടായിരിക്കും നടന്നു പോവുക? അവളെ ആരെങ്കിലും രക്ഷിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂരിരുൾ ഖബറെന്നെ മാടി വിളിക്കുന്നു, ക്രൂരനാം ഞാൻ ഇന്നീ ദുനിയാവിൽ അലയുന്നു. കൂരിരുൾ ഖബറെന്നെ മാടി വിളിക്കുന്നു, ക്രൂരയാം ഞാൻ ഇന്നീ ദുനിയാവിൽ അലയുന്നു. മലക്കുൽ മുത്തസിറായിൽ അണയുമാ നേരത്ത്, മലക്കുൽ മുത്തസിറായിൽ അണയുമാ നേരത്ത്. മരണത്തിൻ രുചിയും അറിയുമാ നേരത്ത്, കൂരിരുൾ ഖബറെന്നെ മാടി വിളിക്കുന്നു, ക്രൂരയാം ഞാൻ ഇന്നീ ദുനിയാവിൽ അലയുന്നു.